ആകെ വിഷമിച്ചിരിക്കുന്ന റസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ്. റസ്മിൻ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ റസ്മിൻ പറഞ്ഞതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. എന്നെ കേൾക്കാനായി ഇവിടെ ആരുമില്ല എന്നുള്ളത്. ഞാൻ ഒരുപാട് പേരുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഞാൻ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. എല്ലാവരും എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നതെല്ലാം കേൾക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. പക്ഷെ എന്നെ മനസ്സിലാക്കാനോ എന്നെ കേൾക്കാനോ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് റസ്മിൻ പറഞ്ഞ സങ്കടം. അതെന്തായാലും കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവരുടെയും ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന റസ്മിനെ മനസ്സിലാക്കാനായിട്ടോ റസ്മിനെ കൂട്ടായിട്ടോ അവിടെ ആരുമില്ല എന്നുള്ളത് ഒരു സത്യമാണെന്ന് എനിക്ക് തോന്നി. നോറയ്ക്കാണെന്നുണ്ടെങ്കിലും നോറയ്ക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു ആള് മാത്രമാണ് അവിടെ. അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിക്കാണെന്നുണ്ടെങ്കിലും അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും അവരുടെ ഇടയിൽ നിൽക്കാനും അവരുടെ കൂട്ടത്തിൽ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരാൾ, അത്രയേ ഉള്ളൂ റസ്മിൻ. അല്ലാതെ റസ്മിനോട് ആത്മാർത്ഥതയുള്ളത് അവിടെ ആർക്കുമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റസ്മിനുള്ള റൂമിലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരോട് റസ്മിൻ്റെ ഈ വിഷമം റസ്മിനെ പറയാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. ഇപ്പം റസ്മിന് ഈ അവസ്ഥ വരാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് അത് ജാസ്മിനും ഗബ്രിയുടെയും വിഷയം തന്നെയാണ്. എല്ലാവരും വീട്ടിലുള്ളവർ പറഞ്ഞു അവരുടെ വിഷയത്തിൽ എന്തിന് ഇടപെടണം, എന്തിൻ്റെ ആവശ്യമുണ്ടായിട്ടാണ് നീ ഇടപെടുന്നത്, നിന്റെ ഗെയിമാണ് നീ കൊണ്ട് കളയുന്നതെന്ന് എല്ലാവരും പറഞ്ഞു. അത് ആലോചിച്ച് വന്നപ്പോൾ റസ്മിന് ശരിയാണെന്ന് തോന്നി. പക്ഷേ അവരുടെ കാര്യത്തിൽ ഇടപെട്ടു പോയി, നീ ഇടപെടാതിരിക്കാനും വയ്യ. അതാണ് ഇപ്പോൾ റസ്മിനെ തളർത്തിയത്. ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വെച്ച് വിളിച്ച് സംസാരിക്കുമ്പോഴും റസ്മിനെ പറയാനുള്ളത് അത് തന്നെയാണ്. ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, എനിക്കത് വേറെ വിഷയങ്ങളില്ലേ, എനിക്കിവിടെ ഗെയിം കളിക്കാനില്ലേ എന്ന് എല്ലാവരും ചോദിക്കുന്നു. അതുപോലെ തന്നെ നോറയുടെ വിഷയത്തിലും എൻ്റെ സ്വന്തമായിട്ടുള്ള ഗെയിം ഞാൻ മറന്നുപോയി. ഇവിടെ ടോപ്പ് 5 എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പം എനിക്ക് ഗെയിം ഇല്ലാണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പുറത്ത് പോകും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നിരിക്കുന്നു. എനിക്ക് പുറത്ത് പോവണ്ട, എനിക്ക് ടോപ്പ് 5 എത്തണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്കിനി ഇവിടെ ആരുടെ അടുത്തും ഗെയിം കളിക്കാനായിട്ട് പറ്റുന്നില്ല. എല്ലാവരുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വന്നുപോയി. എനിക്ക് ഗെയിം എന്നുള്ള കാര്യം മനസ്സിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഞാനൊരു ഇടനിലക്കാരി മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റസ്മിൻ. ബിഗ് ബോസ് അവിടെ മറുപടിയായിട്ട് പറഞ്ഞത് റസ്മിൻ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നാണ് ബിഗ് ബോസ് തിരിച്ചു ചോദിച്ചത്. വിൻ ചെയ്യാനായിട്ട് ടോപ്പ് 5 നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത് എങ്കിൽ അത് മറന്നു പോവാതിരിക്കുക. ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത്, ഒറ്റയ്ക്ക് കളിക്കുക. അവിടെ പുറത്തുള്ളവരുമായിട്ടൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആകാം. പക്ഷേ ഗെയിം മറന്നു പോകരുത്, ലക്ഷ്യം മറന്നു പോകരുത് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇനി കരഞ്ഞു തീർക്കാൻ വയ്യ, എനിക്ക് കരച്ചിൽ വരുന്നില്ല, എൻ്റെ മെന്റലി ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് എന്ന് പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു കൺഫെഷൻ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ അവിടെ ഇരുന്ന് കരഞ്ഞു തീർത്ത് വിഷമങ്ങളെല്ലാം തീർത്തിട്ട് പോകാൻ. അവിടെ ആരും കേൾക്കാനില്ലെങ്കിൽ ഞാൻ കേൾക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് എല്ലാം കേട്ടുകൊണ്ട് റസ്മിനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നത്. റസ്മിൻ അവിടെ ഇരുന്ന് കരയുന്നൊക്കെയുണ്ട്. റസ്മിന്റെ ഗെയിം കൊണ്ട് കളഞ്ഞത് റസ്മിൻ തന്നെയാണ്. മറ്റുള്ളവർക്കിടയിൽ ഒരു കണ്ണി മാത്രമായിട്ട് നിൽക്കേണ്ട വല്ല ആവശ്യകതയുണ്ടോ? പ്രത്യേകിച്ച് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും. അവരുടെ ഇടനിലക്കാരി മാത്രമായിട്ട് റസ്മിൻ ആ വീട്ടിൽ ഒതുങ്ങിപ്പോയി. അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ മാത്രം തീർക്കുന്ന ഒരു ഇടനിലക്കാരി. സ്വന്തം ഗെയിം മറന്നു, എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് മറന്നു. അവിടെയാണ് റസ്മിന് തെറ്റുപറ്റിയത്. ഇനിയിപ്പോൾ റസ്മിനെ എല്ലാവരും കൂടി കൈവിട്ടാലും റസ്മിനെ തിരിച്ചു പോകാനേ നിവൃത്തിയുള്ളൂ. പക്ഷേ സ്വന്തം ഗെയിം മറന്ന് വല്ലവർക്ക് വേണ്ടി നിന്നിട്ടാണ് ഇവിടെ നിന്ന് പുറത്തു പോകുന്നതെന്ന് റസ്മിൻ ഓർത്താൻ നല്ലത്.